നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മണർകാടിനെ വിശ്വാസത്തിൽ ആറാടിച്ച് റാസ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയിൽ പങ്കെടുത്തത് 10,000. ചരിത്രപ്രസിദ്ധമായ നടതുറക്കൽ ശനിയാഴ്ച. നവജീവൻ ജീവാമൃതം പദ്ധതികളുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടന്നു. സംസ്ഥാനത്തെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളുടെയും സാമൂഹികോന്നമനത്തിന് സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്ന് മന്ത്രി OR കേളു. പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം പിറന്നു. ഇനി 10ാം നാൾ ഓണം. നാട് മെല്ലെ ഓണാഘോഷത്തിലേക്ക്. വാർത്തകൾ വിശദമായി. മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് റാസ നടന്നു. പൊൻവെള്ളി കുരിശുകളുമായി ഭക്തജനങ്ങൾ റാസയിൽ പങ്കുചേർന്നു. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് മാർത്താ മറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി നടന്ന റാസയിൽ വിശ്വാസികളുടെ പ്രവാഹം. ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയാണിത്. വർണ്ണശബളമായ റാസയിൽ 10,000-കണക്കിന് വിശ്വാസികൾ വിവിധ നിറങ്ങളിലുള്ള മുത്തുകുടകൾ കൈകളിലേന്തി. 100-കണക്കിന് പൊൻവെള്ളി കുരിശുകളും റാസയിൽ നിരന്നു. കണിയാംകുന്ന്, മണർകാട് കവല എന്നിവിടങ്ങളിലെ കുരിശിൽ തൊട്ടികളിലും കരോട്ടെ പള്ളിയും ചുറ്റി സഞ്ചരിച്ച് റാസ തിരികെ വലിയ പള്ളിയിലെത്തിയത്. ശനിയാഴ്ചയാണ് ചരിത്ര പ്രാധാന്യമുള്ള നട തുറക്കൽ. ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ കാർമ്മികത്വത്തിലാണ് നട തുറക്കൽ. ന്യൂസ് ബ്യൂറോ, മണർകാട്. കേരളത്തിന്റെ സാഹോദര്യവും ഐക്യവും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് മന്ത്രി OR കേളു. നവജീവൻ ജീവാമൃതം പദ്ധതികളുടെ സംസ്ഥാനതല പ്രഖ്യാപനം കോട്ടയത്ത് നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളായ നവജീവൻ, ജീവാമൃതം എന്നിവയുടെ സംസ്ഥാനതല പ്രഖ്യാപനവും വിവിധ ആനുകൂല്യ വിതരണവും കോട്ടയം ദർശന കൾച്ചറൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും നാടാണ് കേരളമെന്നും അവ കാത്തുസൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണെന്നും സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളുടെയും സാമൂഹികോന്നമനത്തിനു വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. ഈ വിഭാഗത്തെ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ രൂപീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു കോർപ്പറേഷൻ രൂപീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന വിഭാഗത്തിൻ്റെ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രൂപീകരിച്ചത്. ചടങ്ങിൽ സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. ഉപരിവിദ്യാഭ്യാസത്തെ കൈപിടിച്ചുയർത്തുന്ന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, വാർഡംഗം സിൻസി പാറയിൽ, പിന്നോക്ക വിഭാഗക്ഷേമ അഡീഷണൽ സെക്രട്ടറി S. ലത തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയവർക്ക് ഇളവുകൾ നൽകിക്കൊണ്ട് വായ്പകൾ പുനഃക്രമീകരിക്കാനും റവന്യൂ റിക്കവറി നടപടികൾ നേരിടുന്നവർക്ക് ഇളവുകൾ നൽകാനുമുള്ള പദ്ധതികളാണ് നവജീവൻ, ജീവാമൃതം എന്നിവ. തൊഴിലധിഷ്ഠിത പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ്, സ്റ്റൈഫൻഡ് വിതരണവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. ഇനി 10ാം നാൾ പൊന്നോണം. മഴയുടെ അകമ്പടിയോടെ അത്തം പിറന്നു. ഇനി 10ാം നാൾ തിരുവോണം. ഓണാഘോഷങ്ങളിലെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നാണ് അത്തം. ഇത്തവണ ചിങ്ങത്തിൽ 2 തിരുവോണവും 2 അത്തവും ഉണ്ടെന്നുള്ളതായിരുന്നു പ്രത്യേകത. വ്യാഴാഴ്ചയും അത്തമായിരുന്നുവെങ്കിലും ശനിയാഴ്ച ചതുർത്ഥിയായതിനാൽ വെള്ളിയാഴ്ചയാണ് ഇത്തവണ അത്തം ആഘോഷിക്കുന്നത്. അത്തം മുതൽ 10 ദിവസം ഓണാഘോഷം നടന്നിരുന്ന കാലമൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. പാടത്തും പറമ്പിലും നടന്ന് നാടൻ പൂക്കൾ ശേഖരിച്ച് അത്തപ്പൂക്കളം ഒരുക്കിയ കാലമൊക്കെ അസ്തമിച്ചെങ്കിലും ഓണത്തിന്റെ ഓർമ്മകൾക്കൊന്നും മങ്ങലേറ്റിട്ടില്ല. ഐശ്വര്യ സമൃദ്ധിയിലേക്കുള്ള ഓണം നാളുകൾക്ക് തുടക്കമിട്ടാണ് അത്തം പിറക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ നീറുന്ന ഓർമ്മകൾ കൂടിയുണ്ട് ഇത്തവണത്തെ ഓണക്കാലത്തിന്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മഹാഗണപതി ഹോമവും ഗജപൂജയുമായി മള്ളിയൂരിൽ വിനായക ചതുർത്ഥി ആഘോഷം ശനിയാഴ്ച. മഹാഗണപതിയുടെ സന്നിധിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി.
കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രമാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭക്തിയുടെയും ഉപാസനയുടെയും ഫലമായി മഹാഗണപതിക്കൊപ്പം ഉണ്ണിക്കണ്ണന്റെ സാന്നിധ്യവും മള്ളിയൂരിലുണ്ടായി. ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമാണ് മള്ളിയൂർ ക്ഷേത്രത്തിലേത്. മഹാദേവന്റെയും പാർവതീദേവിയുടെയും ഓമനപുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 10,008 നാളികേരവും അതിനൊത്ത ദ്രവ്യങ്ങളും ചേർത്ത് മഹാഗണപതി ഹോമം നടത്തും. ഇത്തരത്തിൽ മഹാഗണപതി ഹോമം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മള്ളിയൂർ. ഗജപൂജയും ആനയൂട്ടും തുടർന്ന് നടക്കും. വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് ഗായകൻ വിജയ് യേശുദാസ് അവതരിപ്പിച്ച സംഗീത സന്ധ്യ ഗണേശ മണ്ഡപത്തിൽ അരങ്ങേറി. നിരവധി കീർത്തനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യ ആസ്വാദക ഹൃദയം കീഴടക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇടിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ 2 കുഞ്ഞുങ്ങളുമായി ജീവൻ കയ്യിൽ പിടിച്ച് ഒരമ്മ. തെക്കേത്തുകവല പടനിലം കുംബ്ലാനിക്കൽ റെജിമോളാണ് തകർന്നു വീഴാറായ വീട്ടിനുള്ളിൽ കഴിയുന്നത്. വീടിനോട് ചേർന്ന് നടത്തുന്ന ചെറുകടി പലഹാരക്കട മാത്രമാണ് ഇവരുടെ ഏക വരുമാന മാർഗം. ഇവരുടെ സഹോദരിയും ഇവർക്കൊപ്പമാണ് താമസം. ഇടിഞ്ഞു വീഴാറായ ഒരു കൊച്ചു വീട്ടിൽ തന്റെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കണ്ണീരോടെ ഒരു വീട്ടമ്മ. ചിറക്കടവ് തെക്കേത്തുകവല പടനിലം കുംബ്ലാനിക്കൽ റെജിമോളാണ് തകർന്നു പോകാറായ വീട്ടിൽ കഴിയുന്നത്. ഇവർക്ക് ഒപ്പം സഹോദരി ഫാരിസയുമുണ്ട്. ആസ്ബറ്റോസും ഓടും ചേർന്ന് മേൽക്കൂര പാകിയ 2 മുറി വീടാണ് ഇവരുടേത്. വീടിന്റെ കഴുക്കോലും പട്ടികയും ദ്രവിച്ചു തുടങ്ങി. ആസ്ബറ്റോസ് പലയിടങ്ങളിലും പൊട്ടിപ്പോയി. ഓടുകളും പൊട്ടിയിട്ടുണ്ട്. വീട് ചോരാതിരിക്കാൻ സ്വകാര്യ വ്യക്തി വാങ്ങി നൽകിയ ടാർപോളിൻ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. മൺകട്ടയും ഹോളോ ബ്രിക്സും ചേർന്നാണ് ഭിത്തി. ഇതും വിണ്ടുകീറി. വീടിന്റെ ജനലും വാതിലുമെല്ലാം പൊളിഞ്ഞു. വീടിനുള്ളിലെ സിമന്റ് തറയിൽ വലിയ കുഴികളാണുള്ളത്. ശുചിമുറിയുടെ അവസ്ഥയും ശോചനീയമാണ്. രോഗബാധിതയായ റെജിമോൾക്ക് ചികിത്സയെടുക്കുന്നതിനുള്ള സാമ്പത്തിക ശേഷിയുമില്ല. 10ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്ന 2 കുട്ടികളും ഇവർക്കുണ്ട്. ഇവർക്ക് നല്ല ആഹാരം കൊടുക്കാൻ പോലും കഴിയാറില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി കട ചെയ്ത് ഞാൻ ജീവിക്കുന്ന നാട്ടും കൂടായിരുന്നു. നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പോറ്റുന്ന പേരെ അപ്പി വർഷങ്ങളായിട്ട് പോയി കിടക്കുക. എല്ലാവരോടും ഞങ്ങൾ ഈ പെരയുടെ കാര്യം പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു സഹായം ചെയ്തിട്ടില്ല. പലരുടെ ഒരിക്കലും കൈ നീട്ടി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. കട കൊണ്ട് ചെയ്ത് വലിയ കാര്യമായിട്ടൊന്നും അത് കിട്ടപ്പോലില്ല. എൻ്റെ പേരെ ചെയ്ത് തരാൻ വേണ്ടി അത്ര പേരുടെയോ കാല് കൈ പലവരുടെയും യൂസ്ഫുലിക്കാരുടെ കാര്യം എല്ലാവരുടെയും കാര്യം ആരും ഇതുവരെ പഞ്ചായത്തിൻ്റെ അരികെ പോയി ഇന്നിട്ട് ഒരു കാര്യം ഇന്ന് വരെ ശരിയായിട്ട് തന്നിട്ടില്ല ആരും. പേരെ ഒരാൾ തന്ന ഇപ്പം അടുത്താണ് ഞങ്ങൾ വലിച്ചു കെട്ടിയേക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ യാതൊരു മാർഗ്ഗമില്ല. മൂത്തവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. ഇളയ കുഞ്ഞ് 5 വയസ്സ് കഴിഞ്ഞ് 6ാമത്തെ വയസ്സ് നടക്കുന്നു. ചെറുകടിയും ചായയും ഇതൊക്കെ. വീടിനോട് ചേർന്ന് നടത്തുന്ന ചെറുകടി പലഹാരക്കട മാത്രമാണ് ഏക വരുമാനം. വീട്ടിലുണ്ടായിരുന്ന ആട്ടിൻകൂടാണ് പലഹാരക്കടയായി ഉപയോഗിക്കുന്നത്. ഇവിടെയും യാതൊരു സൗകര്യങ്ങളുമില്ല. രാത്രി 8 മണി വരെയും ഈ കട തുറന്നു വെച്ചാലും നിത്യചെലവിനുള്ള തുക പോലും കിട്ടാറുമില്ല. അടച്ചുറപ്പുള്ള ഒരു വീടാണ് റെജിമോളുടെയും സഹോദരി ഫാരിസയുടെയും ആഗ്രഹം. ഇതിനായി മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ പൈസയ്ക്ക് യാതൊരു മാർഗവും ഇവർക്ക് മുന്നിലില്ല. സുമനസുകൾ തങ്ങളുടെ ദുരിതം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ചെറിയ തുകയെങ്കിലും നൽകി ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ റെജിമോളുടെ പേരിൽ SBIയുടെ തെക്കേത്തുകവല ശാഖയിലെ 6738174675 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായം എത്തിക്കാൻ താല്പര്യപ്പെടുന്നു. IFSC കോഡ് SBIN 00704330. ഫോൺ 9656007524.
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ വിദ്യാഭ്യാസ പ്രദർശനം നടക്കും. സ്പെക്ട്ര ദ ഡയമണ്ട് ജൂബിലി എക്സ്പോ എന്ന പേരിലാണ് വിദ്യാഭ്യാസ പ്രദർശനം നടത്തുന്നത്. 1965 ആരംഭിച്ച കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് വജ്ര ജൂബിലിയുടെ നിറവിലാണ്. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 26 മുതൽ 28 വരെ സ്പെക്ട്ര ദ ഡയമണ്ട് ജൂബിലി എക്സ്പോ എന്ന പേരിൽ വിദ്യാഭ്യാസ പ്രദർശനം നടത്തുന്നു. കോളേജിലെ രാജ്യാന്തര നിലവാരത്തിലുള്ള ലാബോറട്ടറികൾ, പൂന്തോട്ടം, സസ്യശാസ്ത്ര, ജന്തുശാസ്ത്ര വിഭാഗങ്ങളിലെ ആകർഷകമായ ശേഖരങ്ങൾ മുതലായവയെല്ലാം പ്രദർശനത്തിലുണ്ടാകും. റോബോട്ടിക്സ്, ഇല്യൂഷൻ റൂമുകൾ, മെഡിക്കൽ എക്സ്പോ, സോയിൽ മ്യൂസിയം, ഹെർബൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, കളരി, താളിയോലകൾ, വനവിഭവ പ്രദർശനം, വെർച്വൽ റിയാലിറ്റി, പ്ലാനറ്റോറിയം, സുവോളജിക്കൽ മ്യൂസിയം, അപൂർവ നാണയശേഖരം, ഗോത്രകലാ അവതരണം, വിദേശ ഫലവൃക്ഷ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ എന്നിവയെല്ലാം വിദ്യാഭ്യാസ പ്രദർശനത്തിൽ ഉണ്ടാവും. എല്ലാ പ്രായവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരേപോലെ അറിവും വിനോദവും സാധ്യമാക്കുന്ന രീതിയിലാണ് സ്പെക്ട്ര ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കോളേജിലെ ഓരോ പഠന ഡിപ്പാർട്ട്മെന്റുകളും ഒരുക്കുന്ന സ്റ്റാളുകൾ, അതിൽ ശാസ്ത്രം, മാനവിക വിഷയങ്ങൾ, സാഹിത്യം എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള സ്കൂളിലും കോളേജിലും കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനുള്ള അവസരങ്ങളാണ് ഒരുക്കുക. വളരെ രസകരമായിട്ടുള്ള വിനോദങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കും. പാഠഭാഗങ്ങൾ ഉൾപ്പെടും. അതിലധികമായി പഠിക്കേണ്ട കാര്യങ്ങളും ഉൾപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ ഋഷിപഞ്ചമി ആഘോഷിക്കുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പൊൻകുന്നം മഹാത്മാഗാന്ധി ടൗൺ ഹാളിലാണ് പരിപാടി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഋഷിപഞ്ചമി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സഭാ കൌൺസിലർ പി വി രാജേഷ് അധ്യക്ഷനാകും. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KN മോഹൻദാസ്, TC രവീന്ദ്രൻ, പി വി രാജേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാവിലെ 7 മണിയോടുകൂടി പതാക ഉയർത്തൽ ചടങ്ങ് മുതൽ വിശ്വകർമ്മ പൂജ, കൃത്യം 2 മണിക്ക് തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. രാജേഷ് PVയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. വിശേഷ അധ്യക്ഷനെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ MLAയും ചീഫ് വിപ്പുമായ ജയരാജ് സാറ്, മുഖ്യ അതിഥിയായി പൂഞ്ഞാർ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അതുപോലെ മഹാസഭയുടെ സമുന്നതരായ സംസ്ഥാന നേതാക്കൾ. ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ അധ്യാപക ദിനാഘോഷം വേറിട്ട അനുഭവമാണ് കുട്ടികൾക്ക് സമ്മാനിച്ചത്. സ്കൂളിൽ നിന്നും റിട്ടയറായി പോയ അധ്യാപകർ ഒരിക്കൽ കൂടി എത്തി. ഒപ്പം വിദ്യാർത്ഥികളുടെ സ്നേഹപരിചരണത്തിൽ മനം നിറഞ്ഞ് വിഷ്ണു മഹേശ്വരി ടീച്ചർ. കൂട്ടുകൂടി വിദ്യാർത്ഥികൾ സന്തോഷത്താൽ നിറഞ്ഞ് വിഷ്ണു മഹേശ്വരി ടീച്ചർ. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ചേലാമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ വേറിട്ട അധ്യാപക ദിനാഘോഷം നടത്തി. സ്കൂളിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്ത അധ്യാപകർ ഒരിക്കൽ കൂടി അധ്യാപകരായി ക്ലാസ് റൂമിലെത്തി. കഥകൾ പറഞ്ഞും പാട്ടുപാടിയുമൊക്കെ അവർ ഏറെ നേരം വിദ്യാർത്ഥികൾക്കൊപ്പം ചിലവഴിച്ചു. വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്താണ് അവർ മടങ്ങിയത്. സ്കൂളിലെ 2ാം ക്ലാസ് അധ്യാപികയായ വിഷ്ണു മഹേശ്വരി ടീച്ചർക്ക് കുരുന്നുകൾ നൽകിയ വരവേൽപ്പ് ഏറെ ശ്രദ്ധേയമായി. വീൽചെയറിൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീച്ചർക്ക് ആവേശമായി കുരുന്നുകൾ നൽകിയ സ്വീകരണം ഏറെ ഹൃദ്യമായി. നിറയെ ബലൂണുകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചാണ് അവർ തങ്ങളുടെ ടീച്ചറെ ക്ലാസ്സിലേക്ക് ആനയിച്ചത്. ഹെഡ് മാസ്റ്റർ ജോബൈ തോമസ് അധ്യാപകർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് സ്നേഹവിരുന്നും നടത്തി. ന്യൂസ് ബ്യൂറോ, പാല. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സവിശേഷ വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ സ്കൂൾ മേഖലയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും ജീവനക്കാരും മാനേജ്മെന്റും സെപ്റ്റംബർ 11 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂചനാ ഉപവാസ സമരം നടത്തും. 18 വയസ്സ് പൂർത്തിയായവർക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള തുക വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങുകയാണെന്നും ഭാരവാഹികൾ പറയുന്നു. NGO സെക്ടറിൽ 300-ലധികം സ്കൂളുകളാണ് നിലവിൽ പ്രവർത്തിക്കുക. 30,000-ഓളം കുട്ടികളും 5,000-ലധികം ജീവനക്കാരും അടങ്ങുന്ന ഈ മേഖലയോട് നാളുകളായി വലിയ ഒരു വിവേചനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അനവധി പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർക്കാരിനെയും കൺസേൺഡ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചുവെങ്കിലും നിലവിൽ
വളരെ നെഗറ്റീവായ പ്രതികരണം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത ബുധനാഴ്ച 11-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 6 സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത സമരസമിതി രൂപീകരിച്ച് ഒരു സൂചന സമരം എന്ന നിലയിൽ 11-ാം തീയതിയും ഇതിന്റെ ഫലമുണ്ടാകുന്നില്ല എങ്കിൽ ഓണത്തോട് കൂടി അനിശ്ചിതകാല ഉപവാസ നിരാകാര സമരത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തോട്ടം തൊഴിലാളികൾക്ക് വർഷാവസാനം ലഭിക്കേണ്ട 12,000 രൂപയുടെ ബോണസ് തുക പൂർണ്ണമായും നൽകാത്തത് വൻകിട തോട്ടം ഉടമകളുടെ നടപടിക്കെതിരെ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് ആൻഡ് പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സമഗ്ര പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12,000 രൂപ ബോണസ് നൽകേണ്ട സ്ഥാനത്ത് 7,000 രൂപ മാത്രമാണ് നൽകുന്നത്. ബാക്കി തുക നൽകാതെ ഇവർ കബളിപ്പിക്കുകയാണെന്നും ഇവർ പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ MK ദിലീപ്, KA ജോസഫ്, CJ സുരേഷ് ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടം മേഖലയിലെ കുത്തക മുതലാളിമാർ ഈ മിനിമം വേജസ് കേരള ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യുകയുണ്ടായി. ആ സ്റ്റേ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23-ാം തീയതി തള്ളിക്കളയുകയും 2016 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടി മുഴുവൻ തൊഴിലാളികൾക്കും ബോണസ് കൊടുക്കണമെന്ന് കോടതി പറയുകയും ചെയ്തു. ആ 23 ഓഗസ്റ്റിൽ വന്ന ഈ സ്റ്റേ തള്ളിക്കളഞ്ഞെന്നുള്ള വിവരം കേരളത്തിലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ട്രേഡ് യൂണിയനുകളും തൊഴിലുടമകളും മറച്ചുവെച്ചു, തൊഴിലാളികളോട് പറഞ്ഞില്ല. അറിയിപ്പ് MG സർവകലാശാലയിൽ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ സ്വയം മൾട്ടിമീഡിയ ലാബിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഈഴവ, ബില്ലവ, തീയ വിഭാഗത്തിലെ ഒരു ഒഴിവിൽ 1 വർഷത്തേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ വിഭാഗത്തിലെ അപേക്ഷകരുടെ അഭാവത്തിൽ മറ്റ് സംവരണ വിഭാഗത്തിലുള്ളവരെയും ഇവരുടെ അഭാവത്തിൽ പൊതുവിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കും. കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ITI ഇവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ സർവകലാശാല വെബ്സൈറ്റിൽ www.mgu.ac.in എന്ന വിജ്ഞാപനത്തിനൊപ്പമുള്ള അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യതാ രേഖകളുടെ പകർപ്പുകൾ സഹിതം ADS7@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ 19 മുമ്പ് അയക്കണം. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി കോളേജ് ലാബിലേക്ക് ഹൈഡ്രോകൊളൈറ്റർ പാക്സ് മെഷീൻ വിത്ത് ആക്സസറീസ് വിതരണം ചെയ്യാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 9 ഉച്ചയ്ക്ക് 12 മുമ്പ് പ്രിൻസിപ്പൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം 8 എന്ന വിലാസത്തിൽ കൊട്ടേഷൻ നൽകണം. അന്ന് ഉച്ചയ്ക്ക് 2:30 കൊട്ടേഷൻ തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481259727. ഫിഷറീസ് വകുപ്പിന്റെ ലൈസൻസ് ഉള്ള വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ വളർത്തിയെടുത്ത ശുദ്ധജല മത്സ്യകൃഷിക്കാവശ്യമായ ഗുണമേന്മയുള്ള മുന്തിയിന്, ഗ്രാസ് കാർപ്പ്, വാള, തിലോപ്പിയ, കരിമീൻ, കാരി, വരാൽ തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് മിതമായ നിരക്കിൽ മത്സ്യഫെഡ് കോട്ടയം ജില്ലാ ഓഫീസ് മുഖേന വിതരണം ചെയ്യുന്നു. മത്സ്യക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ മത്സ്യഫെഡിന്റെ വൈക്കത്തുള്ള ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 9526041076. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണർകാടിനെ വിശ്വാസത്തിൽ ആറാടിച്ച് റാസ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയിൽ പങ്കെടുത്തത് 10,000. ചരിത്രപ്രസിദ്ധമായ നടതുറക്കൽ ശനിയാഴ്ച. നവജീവൻ, ജീവാമൃതം പദ്ധതികളുടെ സംസ്ഥാനതല പ്രഖ്യാപനം നടന്നു. സംസ്ഥാനത്തെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളുടെയും സാമൂഹികോന്നമനത്തിന് സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്ന് മന്ത്രി OR കേളു. പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം പിറന്നു. ഇനി 10ാം നാൾ ഓണം. നാട് മെല്ലെ ഓണാഘോഷത്തിലേക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.